ഹായ് ഗായ്സ്, വെൽക്കം ടു വിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ കോഴിക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. ശർക്കരയും എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. നല്ല ജീരകം ഒരു 4 ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ശർക്കര നാട്ടിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. നല്ല കരിമ്പ് ശർക്കര, സൂപ്പർ. അരിപ്പൊടിക്കകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് തേങ്ങ ഇട്ടു, പിന്നെ ശർക്കര ആഡ് ചെയ്യുവാണേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാമേ. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ചെറിയ ചൂടുവെള്ളം അതിനകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം, ഗോതമ്പൊടി യൂസ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ റാഗിപ്പൊടി കൊണ്ട് ഇതുപോലെ കോഴിക്കട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കണം. വളരെ ടേസ്റ്റാണ്. ഒന്ന് മിക്സ് ചെയ്ത് ഹെൽത്തി ആണ്. ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് വേണം നമ്മൾ മാവ് മിക്സ് ചെയ്യാൻ. ഒത്തിരി വെള്ളം പോലെ മിക്സ് ചെയ്യാൻ പാടില്ല. ഈ പരുവത്തിൽ വേണം ഇരിക്കാൻ. ഇതുപോലെ ഞാൻ മാവ് കുഴച്ച് വെച്ചേ. ഇനി ഇതേ നമ്മൾ ചെറിയ ബോൾസ് എടുത്ത് ഇങ്ങനെ ഉരുട്ടി അപ്പച്ചെമ്പിനകത്തോട്ട് വെച്ചാൽ മതി, ഇഡ്ഡലി പാത്രത്തിലോട്ട്. ഞാനിതുപോലെ ഇഡ്ഡലി പാത്രത്തിലോട്ട് വേകാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് റൗണ്ടായിട്ടോ ഇങ്ങനെയും വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ്സ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാമേ. അങ്ങനെ നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ചൂട് ചായയും കൂടി എടുക്കും. ചുമ്മാ നമ്മൾ എന്നെന്നും ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിൻ്റെ പകരം ഇതുപോലെ പിള്ളേർക്കൊക്കെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ ഇതേ മെത്തേഡിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യാം. നല്ല അടിപൊളി കോഴിക്കട്ട, എളുപ്പമുണ്ട് ഉണ്ടാക്കാൻ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.